ഹരേ കൃഷ്ണ. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം 5 വിരാട് പുരുഷോത്പത്തിയാണ്. അതിൽ 9ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ശ്ലോകം നോക്കാം. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാശ ജാതാ പൃഥങ് നോശേ ഗുർഭുവനാണ്ഡ നിർമ്മിതി വിദൗ ദേവൈരമേഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർനുദഗുണസ്തത്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. ഇനി ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. ഏതേ ഭൂതഗണാഃ പ്ലസ് തഥാ പ്ലസ് ഇന്ദ്രിയഗണാഃ ദേവാഃ പ്ലസ് ച ജാതാഃ പൃഥക് നോ ശേകുഃ പ്ലസ് ഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈഃ പ്ലസ് അമേഭിഃ പ്ലസ് തഥാ ത്വം നാനാവിധ സൂക്തിഭിഃ പ്ലസ് നുതഗുണഃ തത്വാനി പ്ലസ് അമൂനി പ്ലസ് ആവിശൻ ചേഷ്ടാശക്തിം പ്ലസ് ഉദീര്യ താനി ഘടയൻ ഹൈരണ്യം പ്ലസ് അണ്ഡം വൃതാഹ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. ഭൂതഗണാഃ ഭൂതഗണാഃ ഇന്ദ്രിയഗണാഃ ഇന്ദ്രിയഗണാഃ ഭുവനാണ്ഡ നിർമ്മിതി വിധൗ ഭുവന അണ്ഡ നിർമ്മിതി വിധൗ നാനാവിധ സൂക്തിഭിഃ നാനാവിധ സൂക്തിഭിഃ നുതഗുണഃ നുതഗുണഃ ചേഷ്ടാശക്തിം ചേഷ്ടാശക്തിം. പദച്ഛേദവും കഴിഞ്ഞു. ഇനി 9ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഏതേ ജാതാഃ ഭൂതഗണാഃ ഈ ഉൽപ്പന്നങ്ങളായ ഭൂതസമൂഹങ്ങളും തഥാ അപ്രകാരം ഇന്ദ്രിയഗണാഃ ഇന്ദ്രിയ സമൂഹങ്ങളും ദേവാഃ ച ദേവന്മാരും ഭുവനാണ്ഡ നിർമ്മിതി വിധൗ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ പൃഥക് നോ ശേകുവു വെവ്വേറെ കഴിവുള്ളവ ആയില്ല. തഥാ അമേഭിഃ ദേവൈഃ അപ്പോൾ ഈ ദേവന്മാരാൽ നാനാവിധ സൂക്തിഭിഃ പലതരത്തിലുള്ള സൂക്തികൾ കൊണ്ട് നുതഗണഃ പുകഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടിയ ത്വം അവിടുന്ന് ഗുരുവായൂരപ്പ അവിടുന്ന് അമൂനി തത്വാനി ആവിശൻ ഈ തത്വങ്ങളിലേക്ക് കടന്നുകൂടിയിട്ട് ചേഷ്ടാശക്തിം ഉദീര്യ താനി ഘടയൻ ചേഷ്ടിക്കുവാനുള്ള ശക്തിയെ ഉണർത്തിവിട്ട് അവയെ ഇണക്കിയിട്ട് ഹൈരണ്യം അണ്ഡം വൃതാഹ ഹിരൺമയമായ അതായത് സ്വർണമയമായ അണ്ഡത്തെ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിച്ചു. അതായത് ഈ പ്രപഞ്ചഭൂതങ്ങളും ഇന്ദ്രിയഗണങ്ങളും ദേവതകളും വെവ്വേറെ ആയതിനാൽ അവർ ഭുവനാണ്ഡത്തിൻ്റെ നിർമ്മാണത്തിന് ശക്തരായിരുന്നില്ല. അപ്പോൾ ആ ദേവതകളാൽ നാനാവിധ സൂക്തികളാൽ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയവനായ ഹേ ഗുരുവായൂരപ്പ അങ്ങ് ഈ തത്വങ്ങളിൽ പ്രവേശിച്ച് ചേഷ്ടാശക്തിയെ ഉണ്ടാക്കിത്തീർത്ത് അവയെ ഘടിപ്പിച്ച് ഒന്നാക്കി ഹിരൺമയമായ അണ്ഡത്തെ സൃഷ്ടിച്ചു. പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയഗണങ്ങളും ഉണ്ടായ കഥ മുൻ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകീകരിച്ച രീതിയിലല്ല അവ ഉണ്ടായത്. ശിഥിലമായി പലയിടത്തും ഉണ്ടായ ഭൂതങ്ങളെയും ഇന്ദ്രിയങ്ങളെയും കുറിക്കാനാണ് ഗണ എന്ന് പറഞ്ഞത്. ഇന്ദ്രിയ ഗണങ്ങളും
ഭൂമി, ആകാശം, തേജസ്, വായു എന്നീ ഭൂതഗണങ്ങളും ഉണ്ട്. അവ വേറെ വേറെയായി സ്ഥിതി ചെയ്തതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഭുവനാണ്ഡത്തിൻ്റെ നിർമ്മിതിക്ക് അവ ശക്തവും ആയിട്ടില്ലായിരുന്നു. മണ്ണുണ്ടായതുകൊണ്ട് മാത്രം മൺപാത്രങ്ങൾ ഉണ്ടാകില്ല. കുശവൻ്റെ കഴിവുണ്ടെങ്കിലേ മൺപാത്രങ്ങൾ ഉണ്ടാകൂ. അതുപോലെ തന്നെയാണ് കല്ലും മണ്ണും കട്ടയും സിമൻറ്റും ഒക്കെ ഉണ്ടായാലും ഒരു വീടാകില്ല. അത് വേണ്ട രീതിയിൽ ചേർച്ചയിൽ അളവിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ശില്പി കൂടി വേണം. അതേപോലെ തന്നെയാണ് ഭൂതഗണങ്ങളും ഇന്ദ്രിയഗണങ്ങളും ഇന്ദ്രിയാദിമാനികളായ ദേവതകളും മഹത്ത തുടങ്ങിയ തത്വങ്ങളും ഉണ്ടായിട്ടും ജഗദണ്ഡം ഉണ്ടാകുന്നില്ല. വേറെ വേറെയായി ഇരിക്കാനേ കഴിയുന്നുള്ളൂ. ദേവതകൾ അപ്പോൾ നാനാവിധ സ്തോത്രങ്ങളാൽ ഭഗവാന്റെ ഗുണങ്ങളെ പ്രകീർത്തിച്ച് സ്തുതിച്ച് പ്രസന്നവാനായ ഭഗവാൻ തത്വങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഘടിപ്പിച്ച് താൻ തന്നെ ചൈതന്യമായി അതിൽ പ്രവേശിച്ച് സ്വർണമയമായ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചു എന്നാണ് 9-ാം ശ്ലോകത്തിൽ കണ്ടത്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. അതിനായിട്ട് ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.